Hello dear friends, welcome to Arabic Guidance and Tutoring part 13. Part 13 നമ്മൾ long vowels ആണ് നോക്കുന്നത്. ഡയക്രിറ്റിക്സിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. പാർട്ട് 12 ന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ ഷോർട്ട് വവൽസ് സുക്കൂണും ശ്രദ്ധയും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ലോങ് വവൽസ് ആണ്. ലോങ് വവൽസ് അറബിക്കിൽ ലോങ് വവൽസിന് പ്രത്യേക അടയാളങ്ങളൊന്നുമില്ല. നമ്മൾ സുക്കൂൺ ശ്രദ്ധ അല്ലെങ്കിൽ ഫത്ത കസ്ര ദമ്മ പഠിച്ചതുപോലെ ലോങ് വവൽസിന് പ്രത്യേക അടയാളങ്ങളൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ലോങ് വവൽസ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഷോർട്ട് വവൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ബ, ബി, ബു ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ബ, ബി, ബു, ഫത്ത കസ്ര ദമ്മ. അപ്പോൾ ഇനി എങ്ങനെയാണ് ലോങ് വവൽസ് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം ഇതിനെ. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് 3 ലെറ്റേഴ്സ്, അതായത് അലിഫ് അല്ലെങ്കിൽ യാ ഇല്ലെങ്കിൽ വാവ്, ഈ 3 ലെറ്റേഴ്സ് ഈ ഫത്ത അല്ലെങ്കിൽ കസ്ര അല്ലെങ്കിൽ ദമ്മ ഇതിന് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അവ ലോങ് വവലായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ഫത്ത ഇട്ടതിന് ശേഷം അതിന്റെ കൂട്ടത്തിൽ അലിഫ് കൂടി ആഡ് ചെയ്യും. എന്താണ്? ഫത്ത കൊടുത്തതിന് ശേഷം ഏത് ലെറ്റർ ആണോ അതിന് മുകളിൽ ഫത്ത കൊടുത്തതിന് ശേഷം ഒരു അലിഫ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ലോങ് വവലായി മാറുന്നത്. അപ്പോൾ ഈ അലിഫിന് മുകളിൽ ഇങ്ങനെ നമ്മൾ പഠിച്ച ഹംസ സൈനോ അല്ലെങ്കിൽ ഫത്തയോ കസ്രയോ ദമ്മയോ അങ്ങനെ ഒന്നും പാടില്ല. ശ്രദ്ധിക്കണം, ഈ അലിഫിന് മുകളിൽ വേറെ അടയാളങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്ത് എഴുതുമ്പോഴാണ് ബാ എന്ന് വായിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചേർത്ത് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ബായുടെ ഹാഫ് എഴുതുക. ബായുടെ ഹാഫ് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫത്ത കൊടുക്കും. ഫത്ത ഇട്ടു. അതിനുശേഷം നമ്മൾ അലിഫ് ജോയിൻ ചെയ്തു. ഇപ്പോഴാണ് നമുക്ക് ബാ എന്നുള്ള ലെറ്റർ ഉണ്ടായത്. അപ്പോൾ ഏതൊരു ലെറ്റർ ആണോ അതിന്റെ മുകളിൽ ഫത്ത കൊടുത്തതിന് ശേഷം അലിഫ് ജോയിൻ ചെയ്യുമ്പോഴാണ് ലോങ് വവൽ സൗണ്ട് ഉണ്ടാകുന്നത്. ബാ എന്നായി. ഇനിയുള്ളത് ബി എന്നങ്ങനെ ആക്കി. ഇപ്പൊ എഴുതിയിരിക്കുന്നത് ബി എന്നാണ്. ഇനി ബി എന്ന് ലോങ് ആയിട്ട് എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ കസ്രയുടെ കൂടെ എന്ത് ആഡ് ചെയ്യണം? യാ എന്ന് പറയുന്ന ലെറ്റർ ആണ് ആഡ് ചെയ്യാനുള്ളത്. കസ്രയുടെ കൂടെ യാ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എന്നുള്ള സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ബാ എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ബി എന്നാണ് വായിക്കുന്നത്. ബാ എങ്ങനെ എഴുതുക? ബായുടെ ഹാഫ് എഴുതുക. ഹാഫ് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം? കസ്ര കൊടുക്കണം. കസ്ര കൊടുത്തു. അതിനുശേഷം യാ ജോയിൻ ചെയ്ത് എഴുതി. ഇപ്പൊ എന്തായി? ബി എന്നായി. ബാ, ബി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൂ എന്നാണ്. അപ്പോ ദമ്മ, ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ മുകളിൽ ദമ്മ വന്നതിന് ശേഷം അതിന്റെ കൂടെ വാവ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഊ എന്നുള്ള ലോങ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ വാവിന്റെ മുകളിൽ അടയാളങ്ങൾ, അതായത് ഈ ഹംസയോ അല്ലെങ്കിൽ വേറെ അലിഫല്ല ഫത്തയോ കസ്രയോ ദമ്മയോ അങ്ങനെ ഒരു അടയാളങ്ങളും പാടില്ല. അപ്പോ ഒരു ദമ്മ വന്നതിന് ശേഷം ഒരു വാവ് വരികയാണെങ്കിൽ അത് ലോങ് വവൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ലോങ് വവൽ സൗണ്ട് കൊടുത്ത് വായിക്കണം. അപ്പോൾ ബൂ എന്നാണ് ഈ ലെറ്റർ മാറിയത്. അപ്പോൾ നോക്കൂ, ബൂ എന്നെങ്ങനെയാണ് എഴുതുന്നത്? ബായുടെ ഹാഫ് എഴുതി. ബായുടെ ഹാഫ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദമ്മ കൊടുക്കണം. ഷോർട്ട് വവൽ ഫസ്റ്റ് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഒരു വാവും കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് ബൂ എന്നായത്. ബൂ, ബി, ബാ. ഇപ്പൊ ബാ, ബി, ബൂ. ഒന്നുകൂടി നോക്കൂ. ഏത് ലെറ്റർ ആണോ കൊടുത്തിരിക്കുന്നത് ആ ലെറ്ററിന്റെ മുകളിൽ ഫത്ത കൊടുത്തതിന് ശേഷം ഒരു അലിഫ് ജോയിൻ ചെയ്യുമ്പോഴാണ് ലോങ് വവലായി മാറുന്നത്. ബാ എന്നുള്ള സൗണ്ടാണ് ഇവിടെ നമ്മൾ നോക്കിയത്. അപ്പോൾ കസ്ര കൊടുത്തതിന് ശേഷം ഒരു യാ കൂടി, യായുടെ മുകളിൽ വേറെ അടയാളങ്ങളൊന്നും പാടില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഈ എന്നുള്ള സൗണ്ട് ചേർക്കണം. ഇവിടെ ബി എന്നാണ് എഴുതിയിരിക്കുന്നത്. ജോയിൻ ചെയ്ത് എഴുതിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ബായുടെ കൂടെ, ബായുടെ അല്ല ഏതെങ്കിലും ലെറ്ററിന്റെ മുകളിൽ ദമ്മ വന്നതിന് ശേഷം ഒരു വാവ് കൂടി
ജോയിൻ ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഈ വോവിന് മുകളിൽ വേറെ അടയാളങ്ങളൊന്നും പാടില്ല. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ ആ ലെറ്ററിന്റെ കൂടെ ഊ എന്നുള്ള ലോങ് സൗണ്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ ബായ ആയതുകൊണ്ട് തന്നെ ബൂ എന്നാണ് നമ്മൾ എഴുതിയത്. നോക്കുക. അപ്പോൾ ഇനി നമുക്ക് 1-2 ലെറ്റേഴ്സ് എങ്ങനെയാണ് ജോയിൻ ചെയ്ത് നോക്കാം. ലോങ് വവൽസ് ഇട്ടിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എഴുതുന്നത് നൂണാണ്. നൂണിനെ എങ്ങനെയാണ്? നൂണിന്റെ ഹാഫ് എഴുതുക. ഹാഫ് എഴുതി അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത്? അലിഫ് ജോയിൻ ചെയ്യണം. അതിനുശേഷം ഫത്ത ഇട്ടാൽ മാത്രമേ നാ എന്നാവുള്ളൂ. ഇനി എഴുതാൻ പോകുന്നത് നീ എന്നാണ്. അപ്പൊ നാ എഴുതി, നായുടെ കൂടെ കസ്ര കൊടുക്കുക, നീ എന്നായി. ഇനി യാ കൂടി ചേർക്കുമ്പോഴാണ് നീ എന്നാവുന്നത്. അടുത്തത് നൂ എന്ന് എഴുതാനാണ്. നായുടെ മുകളിൽ ദമ്മ കൊടുക്കണം. അപ്പൊ നു എന്നായി. ഇനി വാവ് കൊടുക്കുമ്പോൾ നൂ എന്നായി. അപ്പോൾ ശ്രദ്ധിക്കുക, നാ, നീ, നൂ. ഇനി ഒരു ലെറ്റർ നമ്മൾ നോക്കുന്നത് സായാണ്. സാ വെച്ച് നോക്കാലോ. സീൻ. സീനാണ്. സാ എന്ന് ഉച്ചരിക്കും. സ് എന്നാണ് ഉച്ചാരണം. സാ എന്നെങ്ങനെയാണ് എഴുതുന്നത്? സീന്റെ ഹാഫ് എഴുതി അതിനുശേഷം നമ്മൾ അലിഫ് ജോയിൻ ചെയ്തു, ഫത്തായും കൊടുത്തു. ഇപ്പോഴാണ് സാ എന്നായത്. ഇനി സി എന്നാണ് എഴുതാൻ പോകുന്നത്. സി എന്നെഴുതണമെങ്കിൽ നമ്മൾ സീന്റെ ഹാഫ് എഴുതി. ഹാഫ് എഴുതിയതിനു ശേഷം നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? സി എന്നാദ്യം ഫസ്റ്റ് എഴുതുക, കസറ കൊടുത്തു. അതിനുശേഷം യാ ചേർക്കുമ്പോഴാണ് നമുക്ക് സി എന്നുള്ള ലോങ് സൗണ്ട് ഉണ്ടാകുന്നത്. ഇനി സൂ എന്നാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സീൻ കൊടുക്കുക, എഴുതുക, സീന്റെ ഹാഫ് എഴുതി. അതിനുശേഷം എന്താ വേണ്ടത്? ദമ്മ ഫസ്റ്റ് കൊടുക്കുക, സു എന്നായി. ഇനി നമ്മൾ വാവ് കൂടി ജോയിൻ ചെയ്യുമ്പോൾ സൂ എന്ന് ലോങ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ സാ, സി, സു. ഇനി ഒരു ലെറ്റർ നോക്കാനുള്ളത് മീമാണ്. മീം വെച്ചിട്ട് എങ്ങനെയാണ് നോക്കുന്നത്? മീം എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെയാണ് മീം എഴുതുന്നത്. അപ്പൊ മീം എഴുതിയതിനു ശേഷം മീം വെച്ചിട്ട് മാ എന്ന് എഴുതാൻ നോക്കുകയാണ്. മീമിന്റെ ഹാഫ് എഴുതി അതിനുശേഷം ലോങ് വവൽ ആക്കാൻ വേണ്ടി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? അലിഫ് ജോയിൻ ചെയ്തു, അതിനുശേഷം ഫത്ത കൊടുത്തു. അപ്പോൾ മാ എന്നുള്ള ലെറ്റർ ഉണ്ടായി, മാ എന്നുള്ള ലോങ് സൗണ്ട് ഉണ്ടായി. ഇനി മീ എന്നാണ് എഴുതാൻ പോകുന്നത്. മായുടെ ഹാഫ് എഴുതുക, അതിനുശേഷം മീ എന്ന് ഫസ്റ്റ് എഴുതുക, കസ്ര കൊടുക്കുക, അതിനുശേഷം യാ ജോയിൻ ചെയ്യുക. ഇപ്പോൾ മീ എന്ന് വായിക്കാം. ഇനി മൂ എന്ന് എഴുതുകയാണ്. മൂ, മായുടെ ഹാഫ് എഴുതുക, അതിനുശേഷം ദമ്മ കൊടുക്കുക. ദമ്മ കൊടുത്തതിന് ശേഷം വാവ് കൂടി ജോയിൻ ചെയ്തപ്പോൾ മൂ. ഇപ്പൊ ശ്രദ്ധിക്കുക, നാ, നീ, നൂ, സാ, സി, സു, മാ, മീ, മൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലോങ് വവൽസ് ഉണ്ടാക്കുന്നത്. ആ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫത്ത കൊടുത്തതിന് ശേഷം അലിഫ്, ഈ എന്നുള്ളതിന് കസ്ര കൊടുത്തതിന് ശേഷം യാ, ഊ എന്നുള്ളതിന് ദമ്മ കൊടുത്തതിന് ശേഷം വാവ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഒരു ലെറ്റർ കൂടി നോക്കാം. ലാ വെച്ചിട്ടാണ്. ലാം വെച്ചിട്ട് ലാ എന്ന സൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതാണ് നോക്കുന്നത്. ലാം ഇങ്ങനെയാണ് എഴുതുന്നത്. പ്ലസ് അലിഫ് കൂടി നമ്മൾ ചേർക്കണം. എങ്ങനെയാണ്? ലാ ഹാഫ് ആണ് എഴുതുന്നത്. അതിനുശേഷം അലിഫ് ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ എഴുതാറില്ല. പകരം ലാ എഴുതിയതിനു ശേഷം ഇങ്ങനെ ചരിഞ്ഞ് അതിനകത്തോട്ടാണ് എഴുതുന്നത്. ശ്രദ്ധിക്കണം, ലാ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറില്ല. പകരം ഇങ്ങനെയാണ് എഴുതുന്നത്. അലിഫ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അതിനകത്തോട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ഫത്തായും കൂടെ കൊടുത്താൽ ലാ എന്നായി. ചില സമയങ്ങളിൽ ലാ ഇങ്ങനെയും എഴുതി കാണാറുണ്ട്. അപ്പൊ ഇത് സ്പെഷ്യൽ ലെറ്റേഴ്സിൽ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഇങ്ങനെ വരുന്നതെന്ന്.
അപ്പോൾ ഇപ്പോൾ ലാ എന്നെഴുതി നമ്മൾ. ലാ. ഇനി ലീ എന്നെഴുതണമെങ്കിൽ ലീ, ലാ ഇട്ടു, ലാം ഇട്ടു, കസ്ര ഇട്ടു, യാ ചേർത്തു. ഇനി ലൂ എന്നെഴുതണമെങ്കിൽ ലാ എഴുതി, ദമ്മ ചേർത്തു, വാവ് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ലൂ, ലാ, ലീ, ലൂ. അപ്പോൾ ഇതാണ് ലെറ്റേഴ്സ് വച്ചിട്ട് ലോങ് വവൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വവലിൽ പഠിച്ചതുപോലെ ആ, ഈ, ഊ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ഇത് ആ, ഇതാണ് ഇ. ഇങ്ങനെ എഴുതിയതിനു ശേഷം ദമ്മ ഇട്ടാലാണ് ഉ. ആ, ഇ, ഉ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ന് ആ, ഇ, ഉ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ എന്ന് എഴുതണമെങ്കിൽ എന്താണ്? ആ എന്ന് എഴുതിയതിനു ശേഷം പ്ലസ് അലിഫും കൂടി ചേർക്കുമ്പോഴാണ് ആ എന്നുള്ള ലോങ് സൗണ്ട് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ആ ഫത്ത വന്നതിന് ശേഷം അലിഫ് ഇടുക. അപ്പോൾ ഇങ്ങനെ എഴുതാറില്ല, 2 അലിഫ് ജോയിൻ ചെയ്തൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം കൊടുക്കുന്ന ഒരു ലെറ്റർ ആണ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു വലയാണ് കൊടുക്കുന്നത്. ഇതാണ് ആ എന്ന് വായിക്കുക. ശ്രദ്ധിക്കുക, അലിഫിന് മുകളിൽ ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുന്നതാണ് ആ എന്ന് വായിക്കുന്നത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഈ എന്ന് എഴുതുന്നത് നോക്കാം. അതായത് നമ്മൾ നോർമലി ഈ എഴുതുന്ന പോലെ ഈ എഴുതുക. ഈ എഴുതിയതിന് ശേഷം കസ്ര കൊടുത്തിരിക്കുകയാണ്, പ്ലസ് യ. ഇങ്ങനെയാണ് ഈ എന്ന് എഴുതുന്നത്. ഇതൊരു അടുത്തൊരു വേർഡിന്റെ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം യാ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ഇപ്പൊ സാ കൊടുക്കുകയാണെങ്കിൽ ഈ സാ, ഇനി ജോയിൻ ചെയ്ത് ഇങ്ങനെ പോകും. യായുടെ ഫസ്റ്റ് ഇനിഷ്യൽ ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഈ എന്ന് എഴുതാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ലെറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഊ എന്നുണ്ടാക്കാനാണെങ്കിലോ ഫസ്റ്റ് ഊ എന്ന് എഴുതുക. ഊ എന്ന് എഴുതി അതിനുശേഷം വാവും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യാത്ത ലെറ്റർ ആണ്, അലിഫ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഊ എന്ന് എഴുതുന്നത്. ഊ. അപ്പൊ നോക്കൂ, ആ എന്ന് എഴുതാനായിട്ട് അലിഫ് ഇട്ടതിന് ശേഷം മുകളിൽ ഇങ്ങനെ ഒരു വേവ് പോലെ ഒരു സിമ്പലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എന്നായി. ഈ ആണെങ്കിൽ ഈ എഴുതിയതിനു ശേഷം ഒരു യായും കൂടി കൊടുക്കുക. അപ്പൊ ഈ എന്നായി. ഊ എന്നുണ്ടാക്കണമെങ്കിൽ ഊ എഴുതിയതിനു ശേഷം വാവും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഊ എന്നായി. അപ്പോൾ ഇതാണ് ലോങ് വവൽസിനെ പറ്റി പറയാനുള്ളത്. 1-2 വേർഡ്സ് നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് നമുക്ക് അലിഫ് വെച്ചിട്ട് ലോങ് വവൽ അലിഫ് വെച്ചിട്ടുള്ളത് നോക്കാം. ബാബ്. ബാബ് എന്ന് പറഞ്ഞാൽ ഡോർ എന്നാണ് അർത്ഥം. ബായുടെ ഹാഫ് എഴുതി, ബാ എന്നെഴുതി, ബാ, ബാബ്, ഡോർ. ഡോറിനെയാണ് ബാബ് എന്ന് പറയുന്നത്. അതുപോലെ അനാനാസ്. അനാനാസ് മീൻസ് പൈനാപ്പിൾ. ആ എന്നെങ്ങനെ എഴുതുന്നത്? ആ എഴുതി, നൂണിന്റെ ഹാഫ് എഴുതി, അലിഫ് ജോയിൻ ചെയ്തു, ഫത്ത കൊടുത്തു, അനാ, എഗെയിൻ നാ എഴുതണം, ഫത്ത കൊടുത്തു, നാ എന്നായി. ഇപ്പോൾ നാ എന്നായി. അനാനാസ്. അനാനാസ് മീൻസ് പൈനാപ്പിൾ. അപ്പൊ ഇതാണ് അലിഫ് വെച്ചിട്ട് ലോങ് വവൽ ഉണ്ടാക്കുന്നത്. ഈ അലിഫിന് മുകളിൽ കണ്ടോ, നമ്മൾ ഇങ്ങനെ ഹംസ സൈൻ ഒന്നും കൊടുക്കില്ല, വെറുതെ അങ്ങ് അലിഫ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വെച്ചിട്ടുള്ള 2 വേർഡാണ്. അതായത് നമ്മൾ ഹക്കീബ. ഹക്കീബ മീൻസ് ബാഗ്. ഹ എഴുതി, കോഫ്,
ഹക്കി. ഹക്കി മീൻസ് യാ ജോയിൻ ചെയ്തു. ഹക്കി ബ. ബായുടെ ഹാഫ് എഴുതി. താമർഭൂത എന്ന് പറയുന്ന ഒരു ലെറ്റർ കൂടി ഉണ്ട്. ഇത് സ്പെഷ്യൽ ലെറ്ററിൽ നമ്മൾ പഠിക്കും. ഹ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഹക്കീബ. ഹക്കീബ. ശ്രദ്ധിക്കൂ, ഇതാണ് നമ്മുടെ ലോങ് വവലായിട്ട് കൊടുത്തേക്കുന്നത്. യ, കസ്ര വിത്ത് യ. ഹക്കീബ. പിന്നെ ഉള്ളത് മദീന. മദീന മീൻസ് സിറ്റി. മീം എഴുതി. മ ദാൽ എഴുതി. അതിനുശേഷം മദി. മദീ എന്ന് പറയുമ്പോൾ യാ ചേർക്കണം. പക്ഷെ ദാ ഇപ്പുറത്തോട്ട് ജോയിൻ ചെയ്യാത്ത ലെറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ യാ ഇനിഷ്യൽ ഫോമിൽ എഴുതി തുടങ്ങി. മദീ ന. നൂൺ എഴുതി. ഫത്ത കൊടുത്തു. മദീ ന. ഇവിടെ താമർഭൂതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കൂ, ഇവിടെ എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ഈ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മദീന. മദീന മീൻസ് സിറ്റി. ഇനിയുള്ളത് നമുക്ക് ഊ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാനാണ്. അത് നമുക്ക് നോക്കാം. നഫൂറ. നഫൂറ മീൻസ് ഫൗണ്ടൈൻ. ന എഴുതി. ഫ. നഫൂ. ഊ അടയാളം കൊടുത്തു. നഫൂ എന്നായി. കുറച്ച് താഴ്ത്തി എഴുതാം, പൊക്കി എഴുതാം. നഫൂ. ഊ എന്ന് പറയുമ്പോൾ വാവ് കൊടുത്തു. നഫൂ. റാ കൊടുത്തു. നഫൂറ. ഇതും താമർഭൂതയാണ്. സ്പെഷ്യൽ ലെറ്റേഴ്സ് നമ്മൾ പഠിക്കും. ഇങ്ങനെയും എഴുതും, ഇങ്ങനെയും എഴുതും. നഫൂറ. അപ്പൊ ഏതാണ് ഊ എന്നുള്ള കൊടുത്തിരിക്കുന്നത്? ഇതാണ് ഊ എന്ന് വായിക്കേണ്ടത്. നഫൂറ. നഫൂറ ഫൗണ്ടൈൻ. അടുത്തത് ടെലിഫിസിയൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിവിഷൻ ആണ്. ടെലിഫിസിയൂൺ നമുക്ക് നോക്കാം. ത, തി, തില് സുക്കൂൺ കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. തില് ഫ്. തിൽഫി. സ ഡോട്ട് ഇട്ടു. തിലിവ് സി. തിലിവിസി. യൂൺ. യാക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ശ്രദ്ധിക്കുക, തിലിഫിസി യൂൺ എന്നാണ് എഴുതുന്നത്. അതായത് യൂൺ. യാ കൊടുത്തു, അതിനുശേഷം വാവും കൂടി കൊടുത്തു. യു എന്നായി. തിലിഫിസി യു. ടെലിഫിസിയൂൺ മീൻസ് ടെലിവിഷൻ. ശ്രദ്ധിക്കുക. ത. ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്? ത, ലാം, ഫ, തിലിഫി, സ, തിലിഫിസി, യൂൺ, യ, വാവ്, നൂൺ. ഇത്രയും ലെറ്റേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ടെലിഫിസിയൂൺ ഇവിടെയാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ഊ എന്നുള്ള ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ലോങ് വവൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഊ എന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ലോങ് വവൽസിനെ പറ്റി നോക്കാനുള്ളത്. അപ്പോൾ ഇനി ഓരോരോ വേർഡ്സ് നമ്മൾ എഴുതി പഠിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.